ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിന്റെ മാനദണ്ഡം എന്താണ്? സമുദായ സമവാക്യമാണെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്തിനാണ് നടത്തിയത്? നാട് മുഴുവൻ സഞ്ചരിച്ച് സമാഹരിച്ച 1,70,000 വോട്ടിന്റെ മൂല്യം തനിക്ക് നൽകിയില്ല എന്നതാണ് അബിൻ വർക്കിയുടെ വിഷമം. തന്നെ വെട്ടിമുറിച്ചാൽ ചുവന്ന ചോരയല്ല ത്രിവർണമാണ് കാണുകയെന്ന വികാരാധീനാകുന്നു അബിൻ. പാർട്ടി വിടില്ല, പാർട്ടി നേതാക്കളെ വിമർശിക്കില്ല. പക്ഷെ തന്നെ കേരളത്തിൽ നിന്ന് നാട് കടത്തരുത് എന്ന അഭ്യർത്ഥനയാണ് പാർട്ടി നേതൃത്വത്തോടുള്ള മാന്യമായ പ്രതിഷേധം. സർക്കാർ വിരുദ്ധ സമരങ്ങളിൽ ചോര പൊടിഞ്ഞിട്ടും ചാനൽ ചർച്ചകളിൽ പാർട്ടിയുടെ നാവായിട്ടും അബിൻ എന്തുകൊണ്ട് അനഭിമതനായി? ഒറ്റ ഉത്തരമേയുള്ളൂ, രമേശ് ചെന്നിത്തലയുടെ കാൻഡിഡേറ്റാണ് അബിൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ചിതറിയ AI പക്ഷത്തെ നേതാക്കൾ ഇപ്പോൾ ഉദരനിമിത്തം ഒറ്റപക്ഷത്തേക്ക് ചായുന്ന കാഴ്ചയാണ്. KC വേണുഗോപാലാണ് താരം. KCക്കൊപ്പം നിൽക്കുന്നവർക്കാണ് ഇനി നല്ല സമയം. തെരഞ്ഞെടുപ്പിലേ ഇല്ലാതിരുന്ന ബിനു ചുള്ളിയിലും തെരഞ്ഞെടുപ്പിൽ 5ാം സ്ഥാനത്തെത്തിയ ജനീഷും KCയുടെ ഗുഡ് ബുക്കിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക വിവാദത്തിൽ നിലപാടെടുത്ത VD സതീശിനെ കൈവിട്ട് ഷാഫിയും രാഹുലുമൊക്കെ ഇപ്പോൾ KC പക്ഷത്തേക്ക് ചാഞ്ഞിരിക്കുന്നു. പവർ ഗ്രൂപ്പിനെ പിടിക്കാത്ത രമേശ് ചെന്നിത്തലയാണ് അടുത്ത ലക്ഷ്യം. അബിനെ എറിഞ്ഞ രമേശിനെ കൊള്ളിക്കുന്ന വിദ്യ. അബിനോട് അവഗണനയോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ശ്രീ N. ലാൽകുമാർ, ശ്രീ ജോർജ് പൊടിപാറ, ശ്രീ നിസാം സെയ്ദ് എന്നിവരാണ്. ആദ്യം ഞാൻ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമിലേക്ക് പോകുന്നു. ശ്രീ സണ്ണിക്കുട്ടി, ഇപ്പോൾ അബിൻ വർക്കിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണല്ലോ. ഇന്നലെ തന്നെ അദ്ദേഹം വൈകിട്ട് നാളെ 10 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. ഇന്ന് 10:10 11 മണിയായിട്ടുണ്ടാകും അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു. പ്രതിഷേധം അറിയിക്കുന്നു. മാന്യമായ പ്രതികരണമാണ് നടത്തിയത്. ഒരു നേതാക്കളെയും പേരെടുത്ത് കുറ്റപ്പെടുത്തുകയൊന്നുമല്ല, തന്നെ പരിഗണിക്കണം ഇവിടെ തന്നെ എന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ അബിൻ വർക്കിയെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്നാണ് അങ്ങയുടെ മനസ്സിലാക്കൽ? സ്മൃതി, ഞാനിപ്പോൾ അബിൻ വർക്കിയുടെ വാക്കുകൾ രാവിലെ തന്നെ കേട്ടതാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് മാന്യമായ ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഈ തീരുമാനത്തെ എതിർക്കുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. അദ്ദേഹം പറയുന്നത്, എനിക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ അവസരം നൽകണം, അതായത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനുള്ള ഒരവസരം ലഭിക്കണമെന്നാണ് പറയുന്നത്. ദേശീയ രംഗത്ത് പോകാൻ താല്പര്യമില്ല. നമുക്കറിയാമല്ലോ, ഈ യൂത്ത് കോൺഗ്രസിൻ്റെയോ അല്ലെ NSUAയുടെയോ ഒരു അഖിലേന്ത്യാ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ ഒന്നുമില്ല. കാരണം അത് പലപ്പോഴും അതത് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കാനുള്ള ആളുകളെ പറഞ്ഞു വിടുന്ന ഒരു തസ്തികയാണ് ഇതൊക്കെ. അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം. ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് പോലും അദ്ദേഹത്തെ അവിടെ വെച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതിഷേധം അവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ സ്മൃതി പറഞ്ഞ ചില കാര്യങ്ങൾ അത്രത്തോളം പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പഴയ I ഗ്രൂപ്പും A ഗ്രൂപ്പും ഒന്നിക്കുന്നു. മറുഭാഗത്ത് KC വേണുഗോപാലാണ് എതിരായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിരായിട്ടാണ് ഈ പുതിയ കൂട്ടുകെട്ടുകൾ എന്നൊക്കെ പറയുന്നതിൻ്റെ അത്രയും വന്നിട്ടില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന നോമിനേഷൻ, അതാണ് ഞാൻ പറഞ്ഞ നോമിനേഷൻ ഞാൻ അടിവരയിട്ട് പറയുകയാണ്. അത് പാർട്ടിക്കുള്ളിൽ ചെറുതല്ലാത്ത പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം എനിക്ക് തോന്നുന്നു പഴയ I ഗ്രൂപ്പിനാണ്, അല്ലെങ്കിൽ രമേശിനോട് ഒപ്പം നിൽക്കുന്ന ആളുകൾക്കാണ്. സ്മൃതി നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ 2,20,000 വോട്ട് അങ്ങനെ എന്തോ വോട്ട് നേടിയാണ് ജയിച്ചത്. 1,70,000 വോട്ട് അബിനുണ്ടായിരുന്നു. മൂന്നാമത് വന്നത് അരിത ബാബു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്, 30,000 വോട്ട്. അഞ്ചാമതാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഓർമ്മയനുസരിച്ച് ഈ ജനീഷ് അല്ലേ, എങ്കിൽ അഞ്ചാമത് ജനീഷ് 4മതോ 5മതോ ആണ് വന്നത്. അപ്പോൾ അതവിടെ മാനദണ്ഡം എന്തോ അഞ്ചാമതാണ് അല്ലേ. അപ്പോൾ എന്താണെങ്കിലും 5മത് ഞാൻ ധരിച്ചു വെച്ചിരുന്നത് 4മതെന്നാണെന്നാണ്. അപ്പോൾ അത് ആ വോട്ടല്ല അവിടെ പിന്നെ കണക്കിലെടുത്തിരിക്കുന്നത്. അങ്ങനെ വോട്ടാണ് കണക്കിലെടുത്തിരുന്നെങ്കിൽ എന്നാൽ തെരഞ്ഞെടുപ്പ് രംഗത്തില്ലാതിരുന്ന നമ്മുടെ ഈ ബിനു ചുള്ളിയിൽ, അദ്ദേഹം ഇപ്പോൾ ഒരു വർക്കിംഗ് പ്രസിഡന്റ് ആയല്ലോ. യൂത്ത് കോൺഗ്രസ്സിൽ ആദ്യമായിട്ടാണ് ഒരു വർക്കിംഗ് പ്രസിഡന്റ് വരുന്നത്. അപ്പോൾ അദ്ദേഹവും വരുമായിരുന്നില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ A ഗ്രൂപ്പിൽ നിന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിർദ്ദേശിച്ചപ്പോൾ തിരുവനന്തപുരത്തുള്ള അഖിൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിന് സാധ്യതയുള്ള അർഹതയുള്ള ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹം ഇത്തവണ പരിഗണിക്കപ്പെടില്ല. കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല എന്ന് കാരണം പറഞ്ഞാണ് അദ്ദേഹത്തെ അഖിലിനെ ഒഴിവാക്കിയത്.
ഇത് നേരത്തെ KSUവിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും അദ്ദേഹത്തെ വളരെ ബോധപൂർവം ഒഴിവാക്കിയൊരു ചരിത്രമുണ്ട്. ഇത്തവണയും കഴിഞ്ഞ രാഹുൽ ജയിക്കുമ്പോൾ അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പരിഗണിക്കാതിരുന്നത്, ഇപ്പോൾ പരിഗണിക്കാതിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ രമേശിനോട് ഒപ്പം നിൽക്കുന്നവർ പറയുന്ന ഒരു കാര്യം, ആ വോട്ട് പരിഗണിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾ പരിഗണിച്ചത്, എന്താണ് മാനദണ്ഡം? അവിടെയാണ് ഈ സാമുദായിക സമവാക്യങ്ങളുടെ വിഷയം വരുന്നത്. നമുക്കറിയാമല്ലോ, ഇവിടെ KPCC പ്രസിഡന്റിനെ വെച്ചപ്പോൾ ഇതൊരു ചർച്ചാ വിഷയമായതായിരുന്നു. കോൺഗ്രസ് നമുക്കറിയാം, കോൺഗ്രസ് ഒരു ക്രിസ്ത്യൻ നേതാവിനെ KPCC പ്രസിഡൻ്റായിട്ട് കൊണ്ടുവരണമെന്ന് ആലോചിച്ച് കൊണ്ടുവന്നതാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ഇവിടെ ഈ അബിൻ വർക്കി ഒരു ക്രൈസ്തവനാണ് എന്ന ഒരു വിഷയം അല്ലെങ്കിൽ ഒരു മാനദണ്ഡം ഇവിടെ ചർച്ചയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ അതുകൊണ്ടാണോ അദ്ദേഹത്തെ ഒഴിവാക്കിയതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു ചർച്ച കൊണ്ടുവന്നതാണോ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം? ഇപ്പോൾ ഈ പറഞ്ഞ KSUവിൻ്റെ അധ്യക്ഷനായാലും KPCC പ്രസിഡന്റിനെ ആയാലും മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയായാലും തിരഞ്ഞെടുക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലൂടെയല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തിനായിരുന്നു ഈ തിരഞ്ഞെടുപ്പ്? എത്ര അധ്വാനമാണ് വെറുതെ ആയത്? അല്ല, യൂത്ത് കോൺഗ്രസിലും KSUവിലുമാണല്ലോ ഇതുപോലുള്ളൊരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇങ്ങനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 4 പേര് മത്സരിക്കുക, അതിലാദ്യം വരുന്ന ആളെ പ്രസിഡന്റ് ആവുക, മറ്റ് 3 പേര് വൈസ് പ്രസിഡന്റ് ആകുക എന്നൊക്കെ ഉള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെയും ഒരു രീതിയാണ്. KSUവിൽ ഇത്തവണ എങ്ങനെ ആയിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ചില പ്രസിഡൻസിനെ പറ്റി പറയുമ്പോൾ സ്മൃതി, നേരത്തെ ഉമ്മൻചാണ്ടി പാർലമെൻ്ററി പാർട്ടി ലീഡറായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡീൻ കുര്യാക്കോസ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അന്ന് VS ജോയി KSUവിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇതൊക്കെ ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ, ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ക്ഷമിക്കണം. അതുപോലെ രമേശ് ചെന്നിത്തല KPCC പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ KP അനിൽകുമാർ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. വിഷ്ണുനാഥ് KSUവിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അന്നൊന്നും ഈ വക പരിഗണനകൾ വന്നിരുന്നില്ല. ഇപ്പോൾ ആ പരിഗണന അനുസരിച്ചാണോ അബിൻ വർക്കിയെ ഒഴിവാക്കിയത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. സ്മൃതി പറയുന്നത് ഇത് രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ടുള്ള ഒരു നീക്കമാണ്, ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് അദ്ദേഹമാണ്, അബിൻ ഒരു ഇടയ്ക്ക് നിന്ന ഒരു വ്യക്തി മാത്രമാണെന്നാണ് പറയുന്നത്. എനിക്കതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഈ വോട്ടിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമാണ്. ഈ 1ഉം 2ഉം സ്ഥാനങ്ങൾ തമ്മിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട്. 2ഉം 3ഉം സ്ഥാനങ്ങളിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ 4മതോ 5മതോ വന്ന ഒരാളെ എടുക്കുന്നു. അതുമാത്രമല്ല, ഈ തിരഞ്ഞെടുപ്പിൽ ഇല്ലാതിരുന്ന ആളിനെ വേണ്ടെന്നാണെങ്കിൽ ഈ വർക്കിംഗ് പ്രസിഡന്റ് എങ്ങനെ വന്നു എന്നും അറിഞ്ഞുകൂടാ. പിന്നെ എങ്ങനെയാണ് ഈ വർക്കിംഗ് പ്രസിഡന്റ് വന്നത്? KPCCയിലൊക്കെ ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ വയ്ക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ യൂത്ത് കോൺഗ്രസ്സിലൊക്കെ അങ്ങനെ വിഭജിച്ച് കൊടുക്കേണ്ടതാണോ? ഇപ്പം പ്രസിഡന്റ് ആര്, വർക്കിംഗ് പ്രസിഡന്റാണ്, ഒറ്റ വർക്കിംഗ് പ്രസിഡന്റേ ഉള്ളൂ എന്ന് ആലോചിക്കണം. നമ്മൾ ഓർമ്മയുണ്ടാവും, പണ്ട് മുരളിയെ ഏക വൈസ് പ്രസിഡൻ്റായിട്ട് KPCC വൈസ് പ്രസിഡൻ്റായിട്ട് വെച്ചു. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു അധികാരമുള്ളൊരു പോസ്റ്റായിട്ടാണ് അന്ന് കൊടുത്തത്. ഇപ്പോൾ നമുക്ക് KPCCക്ക് 3 വർക്കിംഗ് പ്രസിഡന്റുമാരാണുള്ളത്. ഇപ്പോൾ ഇവിടെ യൂത്ത് കോൺഗ്രസ്സിന് 1 വർക്കിംഗ് പ്രസിഡൻ്റേ ഉള്ളൂ. അത് വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം അത് വലിയ കാര്യമൊന്നുമാണെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക, കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന് തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവർക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഈ പാർട്ടിക്കുള്ളിൽ, കോൺഗ്രസ്സിനുള്ളിൽ ജയിച്ചാൽ ആരായിരിക്കും മുഖ്യമന്ത്രി, അത് സംബന്ധിച്ചുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നും, അല്ലെങ്കിൽ ഒരു നേതാവിനെ, ഇപ്പോൾ അപ്പുറത്ത് പിണറായി വിജയനെ ഉയർത്തി കാണിക്കുന്നത് പോലെ ഒരു നേതാവ് ഇവിടെ ഇല്ല എന്നുമുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ. ഇനി 6, 7, 8 മാസമേ ഉള്ളൂ. അപ്പോൾ അതാണ് കോൺഗ്രസിനെ നേരിടുന്ന, UDFനെ നേരിടുന്ന ഒരു പ്രശ്നവും നമുക്കെല്ലാവർക്കും അറിയാം. അതിന് വലിയ രാഷ്ട്രീയ വിജ്ഞാനവും ഒന്നും അതിൻ്റെ ആവശ്യമുണ്ടെന്നില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഇനി 6-7 മാസങ്ങളുണ്ട്. ഇനിയും ഈ രീതിയിൽ പോകാതിരുന്നാൽ കോൺഗ്രസ്സിന് കൊള്ളാം, UDFന് കൊള്ളാം. അതാണ് ഇവർ ആലോചിക്കേണ്ടത്. ഏതായാലും ഇത് നടന്നു കഴിഞ്ഞു. ഇനിയും ഇതിൻ്റെ തുടർച്ചയായിട്ട് പ്രശ്നങ്ങളുമായിട്ട് ഗ്രൂപ്പുകളോ മറ്റു ഗ്രൂപ്പുകളോ മുന്നോട്ട് പോയാൽ, ഇപ്പം നമുക്ക് ഗ്രൂപ്പില്ല എന്ന് പറയുന്നത് സ്മൃതിക്കറിയാമല്ലോ, ഏത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഗ്രൂപ്പ് അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പ് മാറിയിട്ട് വേറൊരു ഗ്രൂപ്പ് വരും. VM സുധീരൻ ഗ്രൂപ്പ് ഇല്ലാതാക്കിയത്, അവസാനം VM സുധീരൻ്റെ ചുറ്റും ഒരു ഗ്രൂപ്പ് സ്വയം ഉണ്ടായി. VM സുധീരൻ ഉണ്ടാക്കിയതല്ല, ഒരു ഗ്രൂപ്പ് സ്വയം ഉണ്ടാകുന്നു. അപ്പോൾ പഴയ A പോയി, പഴയ I പോയി, ഇപ്പോൾ വേറെ ഗ്രൂപ്പുകൾ വരികയാണ്. ഇത് കോൺഗ്രസിൻ്റെ ഭാവിക്ക് അല്ലെങ്കിൽ UDFൻ്റെ
ഭാവിക്ക് എത്രത്തോളം നല്ലതാണെന്നുള്ളത് നേതാക്കൾ ആലോചിക്കണം. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ആളുകളെ ഇപ്പോൾ സ്ഥാനം കിട്ടിയവർ അത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോകാൻ പറ്റിയാൽ അവർക്ക് കൊള്ളാം. ലാൽകുമാർ, ഈ തിരഞ്ഞെടുപ്പ്, അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന പേരുകൾ കൃത്യമായ ചില സൂചനകൾ നൽകുന്നില്ലേ? നമുക്ക് അബിൻ വർക്കി അറിയാവുന്നതാണ്. അബിൻ വർക്കി എത്രത്തോളം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് സമരമുഖത്ത് സജീവമായി നിൽക്കുന്നയാളാണ്. അതോടൊപ്പം തന്നെ ചാനൽ ചർച്ചകളിലായാലും പ്രതിപക്ഷത്തിൻ്റെ സ്വരമായി ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി നൽകുന്ന, അല്ലെങ്കിൽ ഭരണപക്ഷത്തെ ശക്തമായി തന്നെ ആക്രമിക്കുന്ന ശൈലിയുള്ള എന്നാൽ മാന്യമായ ഭാഷയിൽ അത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം പലപ്പോഴും പലത് അങ്ങനെയല്ലല്ലോ നടക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന അബിൻ വർക്കി അപ്പോൾ പൊതുവേ സ്വീകാരനാണ്. ഈ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലും അദ്ദേഹം സ്വീകാരനായിരുന്നു. ഈ 1,70,000 വോട്ടാണ് അബിൻ വർക്കിക്ക് കിട്ടിയതെന്ന് പറയുമ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഒരു വിവാദമുണ്ടായിരുന്നു, അങ്ങ് ഓർക്കുന്നുണ്ടാവും. തിരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ടർ ID ഉപയോഗിച്ചിട്ടുള്ള തിരഞ്ഞെടുപ്പ്, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ വോട്ട് നേടിയെന്നുള്ളൊരു ആരോപണം, അത് കേസ്, അത് അന്വേഷണമൊക്കെ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. അത് ആരോപണമല്ല, തെളിഞ്ഞു വരികയാണെങ്കിൽ ഒരുപക്ഷേ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകേണ്ടിയിരുന്നത് അബിൻ വർക്കിയാണ് എന്നുകൂടി വേണമെങ്കിൽ അനുമാനിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആളെയാണ് നാട് കടത്തുന്നത്. അതെ, താങ്കൾ പറഞ്ഞതുപോലെ നോക്കൂ, ഒരു നല്ല പ്രതിപക്ഷ ശബ്ദം ഉണ്ടാകുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ എപ്പോഴും നല്ലതാണ്. അബിൻ വർക്കിയുമായിട്ട് പല ചർച്ചകളിലും ഇരുന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹം ഇതുവരെ അൺഡെമോക്രാറ്റിക്കായിട്ട് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ദേഷ്യത്തോട് അല്ലെങ്കിൽ ശക്തിയോടുകൂടി വാദിക്കുന്ന ഒരാളായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അതങ്ങനെ തന്നെ വേണം താനും. പക്ഷെ ഇവിടെ ഒരു നാച്ചുറൽ ജസ്റ്റിസിൻ്റെ വയലേഷൻ അദ്ദേഹത്തിനെതിരെ ഉണ്ടായി എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. നോക്കൂ, എനിക്ക് ഇതിനകത്ത് എന്താണ് കാര്യം എന്ന് വേണമെങ്കിൽ പുറത്ത് നിൽക്കുന്നവർക്ക് ചോദിക്കാം. നമ്മൾ ഒരു പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് കാര്യത്തെ നിരീക്ഷിക്കുന്ന ഒരാൾ പറയുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. സത്യത്തിൽ വലിയ അനീതിയാണ്. കാര്യം രാഹുൽ മാങ്കൂട്ടം ഏത് അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വെക്കേറ്റ് ചെയ്യേണ്ട വന്നതെന്ന് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് വളരെ ജീർണിച്ച ഒരവസ്ഥയിലാണ് കോൺഗ്രസ്സിന് തന്നെ പല എക്സ്പ്ലനേഷനും പ്രോപ്പറായിട്ട് വരാൻ പറ്റുന്നില്ല. അതിൽ തന്നെ വി ഡി സതീശൻ്റെ പൊസിഷൻ വളരെ വീക്കായി. കാര്യം വി ഡി സതീശൻ പറയുന്നതല്ല നടക്കുന്നത്. അതിന് പകരം യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഈ അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ കൂടെ കാണിച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. അങ്ങനൊരു സിറ്റുവേഷനിൽ കൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ ഇരിക്കെ അബിൻ വർക്കിയെ പോലെ വളരെ കോമ്പീറ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തൊരാൾ, നോക്കൂ, കോമ്പീറ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തു എന്ന് പറയുന്നതിനൊരു കാര്യം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ വ്യാജ കാർഡും വ്യാജ ID എന്നതും നമ്മുടെ മുന്നിലുണ്ട്. അത് കള്ളത്തരമായി നിൽക്കുന്നൊരു കാര്യമല്ല. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമുണ്ട്. ഇതെന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പോലത്തെ കാർഡുകൾ എന്തിനാണ് ഇവർ ഉണ്ടാക്കുന്നത്? അത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് അത് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്, റിക്കവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷം, ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ട് എന്നുള്ളതും ഈ പറയുന്ന കോൺഗ്രസിനകത്ത് തന്നെ ഇതിനോട് എതിർപ്പുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ നിൽക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെ നിൽക്കേ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഡെമോക്രാറ്റിക് എക്സസൈസ് നടന്ന ഒരു കാര്യം. സാധാരണഗതിയിൽ കോൺഗ്രസിനകത്ത് ഡെമോക്രാറ്റിക് എക്സസൈസ് നടക്കാറില്ല. ആരെങ്കിലുമൊക്കെ ഹൈക്കമാൻഡ് പറയുക അല്ലെങ്കിൽ ലോ കമാൻഡ് പറയുക എന്ന് പറഞ്ഞ ആൾക്കാരെ പ്ലേസ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുക. അതിന് വ്യത്യസ്തമായി ഈ വ്യാജ ID എന്ന് പറയുന്ന കാര്യം പോട്ടെ, അത് ഗൗരവമുള്ള വിഷയമാണെങ്കിലും ഒരു ഡെമോക്രാറ്റിക് എക്സസൈസ്, ഇലക്ഷൻ എന്ന് പറയുന്നൊരു എക്സസൈസ് നടത്താൻ തുനിഞ്ഞ് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായ സ്ഥിതിക്ക് അതിനകത്ത് സെക്കൻഡ് ഇൻ കമാൻഡിനല്ലേ അത് കൊടുക്കേണ്ടത്, ആ പോസ്റ്റ് കൊടുക്കേണ്ടത്? നോക്കൂ, പെർഫോം ചെയ്തൊരാളെ അദ്ദേഹത്തിനെ ഈ രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് എങ്ങോട്ടോ കൊണ്ടുപോകണം, വാക്കത്തിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. നോക്കൂ, അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത് ഈ കേരളത്തിന് വേണ്ടിയിട്ടാണ്. CPM-നെതിരെ സംസാരിക്കുമോ, BJP-ക്കെതിരെ സംസാരിക്കുമോ, അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് സംസാരിക്കുമോ എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം നടത്താൻ പോകുന്ന പൊതുപ്രവർത്തനം കേരളത്തിനകത്ത് നിന്ന് ഈ രാഷ്ട്രീയം മെച്ചപ്പെടുത്താനും അങ്ങനെ രീതിയിൽ പെരുമാറേണ്ട ഒരാളാണ് അദ്ദേഹം. അതാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ് അത് പറിച്ചു കാണാൻ പോകുന്നത്? മണിപ്പൂരിലേക്കോ? പക്ഷേ KPCC പ്രസിഡന്റ് പറയാണ് KCയെ പോലെ താരതമ്യം അങ്ങനെയാണ്. KCയെ പോലെ കേരളത്തിലുമുണ്ട്, ഡൽഹിയിലുമുണ്ട്. കേരളത്തിൽ നിന്ന് പ്രവർത്തിച്ചാൽ മതി, അങ്ങനെ ഡൽഹിയിലെ കാര്യങ്ങൾ കൂടി നോക്കിയാൽ മതി എന്ന രൂപത്തിൽ ഇവിടെ നിന്ന് പ്രവർത്തിക്കാം, ഇവിടെ നിന്ന് പോകേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ സാരമെന്ന് തോന്നുന്നു. ഒറ്റ ചോദ്യമുള്ളൂ. സണ്ണി ജോസഫ് ഇത്ര നാളും എനിക്ക് സണ്ണി ജോസഫിന് ഇഷ്ടമുള്ള ഒരാളാണ്. വളരെ പൊളൈറ്റായിട്ട് വളരെ ജെന്റിലായിട്ട് മറുപടി പറയുന്ന ഒരാളാണ്. പക്ഷേ സണ്ണി ജോസഫ് ഇത്ര കാലമായിട്ട് ഈ രാജ്യത്തിൻ്റെ ഈ നെറ്റ്വർക്കിനകത്ത്, കോൺഗ്രസ് നെറ്റ്വർക്കിനകത്ത് എവിടെ പോയാൽ പ്രവർത്തിച്ചത്? അദ്ദേഹം ഈ പറയുന്ന കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇപ്പോഴാണ് കണ്ണൂരിൽ നിന്ന് പുറത്തിറങ്ങിയത് ഇപ്പോഴാണ്.
അത് വിമർശനമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നോക്കൂ, KPCC അധ്യക്ഷനാക്കിയപ്പം കോൺഗ്രസിനകത്തും പൊതുവെ ഉണ്ടായിരുന്നൊരു വിമർശനം, കണ്ണൂരിൽ മാത്രമായി ലോക്കലായി നിന്നൊരു നേതാവാണ് അദ്ദേഹം എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും വലിയ വിമർശനങ്ങളൊന്നും. അത് ഞാനും ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് പറയുന്നത് അവിടെ പ്രവർത്തിക്കുക ഇവിടെ പ്രവർത്തിക്കുക. നോക്കൂ, ഒരു ചെറുപ്പക്കാരൻ്റെ കരിയർ ബഡ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കരിയർ ബഡ് ചെയ്യുന്നൊരു പോയിന്റാണ്. ആ ബഡ് ചെയ്യുന്ന പോയിന്റിനകത്ത് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് നോക്കി നിങ്ങളത് കറക്റ്റ് അദ്ദേഹത്തിനെ ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്ത് വേറൊരിടത്ത് കൊണ്ടുവച്ചേച്ച് അവിടെ പ്രവർത്തിക്കല്ലേ. എവിടെ പ്രവർത്തിക്കാനാ? KC വേണുഗോപാൽ പ്രവർത്തിക്കുന്നു, ഇതും തമ്മിൽ കമ്പാരിസൺ ഇല്ല സ്മൃതി. കാര്യം KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായിട്ട് പ്രോക്സിമിറ്റി ഉള്ള ഒരാളാണ്. അവർ തമ്മിൽ നല്ല ബന്ധമുള്ള ഒരാളാണ്. KC വേണുഗോപാൽ എന്താ ചെയ്യേണ്ടതെന്ന് KC വേണുഗോപാലാണ് തീരുമാനിക്കുന്നത്. നോക്കൂ, എന്തൊരു ബാഡ് അനാലജി അത്. സണ്ണി ജോസഫിനെ പോലെ ഒരാളത് അദ്ദേഹം പറയാൻ പാടില്ല. കാര്യം അത് ഞാൻ ഒരുപക്ഷെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതായിരിക്കാം ശ്രീലാൽകുമാർ. പക്ഷേ അപ്പോഴും അതിൽ പ്രായോഗിക ബുദ്ധിമുട്ടാണ് അബിൻ വർക്കി ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അദ്ദേഹം മുൻപ് ദേശീയ തലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, NSCയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അത് പറയുമ്പോൾ 15 ദിവസമെങ്കിലും അവിടെ പ്രവർത്തിക്കണം. ഈ 15 ദിവസം പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ടിക്കറ്റ് ഒന്നും എടുത്ത് അങ്ങോട്ട് വിടില്ല. സ്വന്തം നിലയ്ക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് പോകണം, തിരിച്ചു വരണം. അപ്പോൾ കയ്യിൽ നിന്ന് പൈസ ചെലവുമാണ്, സാമ്പത്തിക പ്രശ്നം കൂടിയുണ്ട് അതിൽ. അതുകൂടിയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. നോക്കൂ, ഇവിടെ സംഭവിക്കാൻ വന്നൊരു കാര്യം ഞാൻ പറയാം. നോക്കൂ, നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തനത്തിനകത്ത് ഞാൻ എതിർത്ത് പറയുമെങ്കിൽ പോലും മാധ്യമങ്ങൾക്ക് വലിയ റോളുണ്ട്. മാധ്യമങ്ങളിലെ പൊളിറ്റിക്കൽ ഡിബേറ്റുകൾ വലിയ റോളുണ്ട്. ലാൽകുമാർ എന്ന് പറയുന്ന ആൾക്കാരെ 4 പേര് അറിയുന്നത് എങ്ങനെയാണ്? ഈ ചാനൽ ഡിബേറ്റ്സ് വന്നിരുന്നാണ് അറിയുന്നത്. ഇവിടെ ഓരോരുത്തർ കൂടുതലും അങ്ങനെ തന്നെയാണ് അല്ലേ? മാധ്യമ പ്രവർത്തകരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ചാനൽ സ്പേസ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമായിട്ട് മാറി. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ വ്യക്തിയെ ഇനി കേന്ദ്രത്തിൻ്റെ ആളാണെന്നും പറഞ്ഞ് കേരളത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ ഒതുക്കും. എനിക്ക് ഉറപ്പാണ് അത്. കാര്യം അദ്ദേഹത്തിൻ്റെ സ്പേസ് കട്ട് ഓഫ് ചെയ്യുന്ന ഒരു പോയിന്റിൻ്റെ തുടക്കമാണ് ഈ കാണുന്നത്. ഞാൻ ഇത് പറയുന്നത് ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാകരുതെന്നുള്ള ആഗ്രഹം കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. ഇവരുടെ ഉള്ളിൽ ഞാനൊരു ഡിറ്ററൻസ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ ശ്രമിക്കുകയെന്ന് വിചാരിച്ചു. കാര്യം ഈ പറയുന്ന ഒരു അനീതി, ഒരു വൃത്തികേട്, അത് ഇനിയും വരുന്ന ദിവസങ്ങളിൽ കാണാൻ സാധ്യതയുണ്ട്. ആ ചെറുപ്പക്കാരൻ അങ്ങനെ സംഭവിക്കരുതെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് പറയുന്നത്. നോക്കൂ, ഞാനിപ്പോൾ സംസാരിക്കുന്ന ഒരു CPM ലൈനിലല്ല സംസാരിക്കുന്നത്. ഞാൻ സാധാരണ ഒരു ആൾ സംസാരിക്കുന്നതല്ല സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കേൾക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുമെന്നാണ് വിചാരിക്കുന്നത്. ഒരാളുടെ ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആയിക്കോട്ടെ, ആ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ഒരാൾ ഇത്ര നാൾ നടത്തിയ പ്രവർത്തനം ഏത് കോൺഗ്രസ്സുകാരനാണ് ഇങ്ങനൊരു അവസരം വന്നിട്ടുള്ളത്? AK ആന്റണി വന്നിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിക്ക് വന്നിട്ടുണ്ടോ? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, A ഗ്രൂപ്പിനകത്ത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ രൂപത്തിൽ അബിൻ വർക്കിക്ക് കേരളം വിട്ട് പോകേണ്ട വരത്തില്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഉമ്മൻചാണ്ടി സാറിനെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇവിടുന്ന് ഒതുക്കി ഈ പറയുന്ന ചെറുപ്രായത്തിൽ അമേരിക്കയ്ക്കും ലണ്ടനിലേക്കും കോൺഗ്രസ് പ്രവർത്തനം നടത്താനായിട്ട് വിടുക. ഇത് അവിടെ തന്നെ രാഹുൽ ഗാന്ധിക്ക് തന്നെ ചില സ്ഥലങ്ങളിൽ പണിയില്ലാതിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഇരിക്കുന്നിടത്താണ് ഇവിടുന്ന് ഒരാളെ പറഞ്ഞ് അങ്ങോട്ട് വിടുന്നത്. ഇവിടെ സംഭവിച്ചതെന്നറിയോ? A ഗ്രൂപ്പ് എന്ന് പറയുന്ന പഴയ A ഗ്രൂപ്പ് വീക്കായി പോയി. ആ A ഗ്രൂപ്പ് വീക്കായി കഴിഞ്ഞപ്പോഴത്തേന് യഥാർത്ഥത്തിൽ ഒരു നാഥനില്ലാ കളരിയായി. അവിടെ ഈ പറയുന്ന ആൾക്കാരെല്ലാം കൂടെ കയറി വന്ന് ആ വാക്കം ക്രിയേറ്റ് ചെയ്ത് ആ സ്പേസ് ഓക്യുപ്പൈ ചെയ്ത് അങ്ങ് ഹൈജാക്ക് ചെയ്തു. അതുവഴി രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു കൊട്ട്. നോക്കൂ, രമേശ് ചെന്നിത്തലയ്ക്ക് പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ഒരാളാണ്. നല്ല രീതിയിൽ ജനങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നെറ്റ്വർക്ക് ഉള്ള ഒരു പൊളിറ്റീഷ്യൻ്റെ പേര് ചോദിച്ചാൽ VD സതീശൻ പോലും അല്ല, രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ഒരു പോയിന്റിൽ പോലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, രമേശ് ചെന്നിത്തലയ്ക്കുള്ള ഒരു ഹോൾഡ് അല്ലെങ്കിൽ ജനങ്ങളുമായിട്ടുള്ളൊരു ബന്ധം ഇത് വേറെ ആർക്കും ഇല്ല. രമേശ് ചെന്നിത്തലയോട് കഴിഞ്ഞ ദിവസം കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ആരാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പം അബിൻ വർക്കിയെ ചൂണ്ടിക്കാണിച്ചു. സത്യത്തിൽ നോക്കൂ, അദ്ദേഹത്തിന്റെ പ്രതീക്ഷയായിരിക്കാം ചൂണ്ടിക്കാണിച്ചത്. ആ പ്രതീക്ഷ അസ്ഥാനത്താന്ന് അല്ലെങ്കിൽ വേറെ ഇതുവഴിയോ പോയില്ലേ? അദ്ദേഹം വിഡ്രോ ചെയ്തു, പൂർണ്ണമായും വിഡ്രോ ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വരട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിൽക്കുമ്പോൾ അദ്ദേഹം ഇനി പൂർണ്ണമായും പിൻവാങ്ങിയിരിക്കുന്നു. ഇത് അബിൻ വർക്കിയുടെ വിഷയത്തിൽ മാത്രമായി കാണേണ്ടതില്ല. അദ്ദേഹം പിൻവാങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ പിൻവാങ്ങാൻ നിർബന്ധിതനായിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ വരാം. ശ്രീനിസാം സെയ്ദ്, നോക്കൂ, എന്തിനുള്ള പൂർത്തിയാക്കോളൂ. അത് കാര്യം എന്ന് വെച്ചാൽ നോക്കൂ, ഞാൻ പറയുന്ന ഒരു കാര്യം, ഇവിടെ ഈ പൊളിറ്റിക്കൽ സ്പേസ് ഓക്യുപ്പൈ ഇപ്പം അബിൻ വർക്കിയുടെ ഇപ്പം പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് പുറത്താക്കിയെന്ന് ഞാൻ അതിനെ വിശേഷിപ്പിക്കത്തുള്ളൂ. കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെടുകയില്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. യൂത്ത് കുറച്ച് പേർക്കെങ്കിലും ഇത് ഞാൻ പറയുന്നത് അംഗീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, ഈ പറയുന്ന കാര്യത്തിനകത്ത് മാറ്റിയിരിക്കുന്ന KC വേണുഗോപാല ഈ വിഷയത്തിൽ VD സതീശൻ്റെ അഭിപ്രായം എന്താ? VD സതീശൻ ഈ വിഷയത്തിൽ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം പിന്നെ പാർട്ടിയാണെന്നാണ് VD സതീശൻ പറയുന്നത്. അത് കഴിഞ്ഞ ഇതിന് മുമ്പുള്ള പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് ഒരു റോൾ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. രമേശ് ചെന്നിത്തല അതിന് മുമ്പ് ഒരു അഭിപ്രായം പറഞ്ഞു. VD സതീശൻ വളരെ ജെന്റിലായിട്ട് മിണ്ടാതിരുന്നു. കാര്യം അദ്ദേഹത്തിന് അറിയാം അതിനകത്ത് അപകടം. ഒരു കാരണവശാലും സംസാരിച്ചാലും ഒരിടത്ത് എത്തത്തില്ലെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം മിണ്ടിയില്ല. എന്നിട്ട് ഇന്ന് വന്നിട്ട് പാർട്ടിയാണ് വലുത്, പാർട്ടിക്ക് മറ്റേ മെമ്പർഷിപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ ഒരു ചെറുപ്പക്കാരൻ്റെ കേരളത്തിലുള്ള പൊളിറ്റിക്കൽ കരിയർ കളയുകയാണെങ്കിൽ അതിനോട് യോജിക്കാൻ
ഞാൻ ഒരു ഇടതുപക്ഷ സഹയാത്രി എന്ന് നിൽക്കട്ടെ, ശരി. ഒരു പൊതുപ്രവർത്തന രംഗത്തെ വീക്ഷിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു ചെറുപ്പക്കാരന്റെ കരിയർ കളയുന്ന പൊളിറ്റിക്കൽ കരിയർ, അതിന് കരിയർ തന്നെ ഞാൻ വിളിക്കുന്നത്, ചെറുപ്പക്കാരെ വെച്ച് എന്താണ് ഭരണം പിടിക്കാം എന്നുള്ള നല്ല ആത്മവിശ്വാസം ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അബിൻ വർക്കിക്ക് എന്തിനുള്ള ശിക്ഷയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന സംഭവവികാസങ്ങളുമായി ചേർത്തല്ലേ വായിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ്, അതിന് എന്തിനാണ് അബിൻ ശിക്ഷ അനുഭവിക്കുന്നത്? എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? പാലക്കാട് ഭയങ്കര വീരനെ കൊണ്ടുവരുന്ന പോലെ വലിയ സ്വീകരണം നൽകുന്നു, വലിയ പരിപാടികൾ നടത്തുന്നു, വലിയ ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നു. അപ്പോൾ ആർക്കാണ് ഇതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കുന്നത്? അബിൻ വർക്കിക്ക് എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണത്തിൽ ശിക്ഷ വാങ്ങേണ്ടി വരുന്നത്? സ്മൃതിയുടെ അവതരണം മുതൽ അതിവായനകളുടെ ഒരു പരമ്പരയായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ഒരിക്കലും സംഭവിക്കാത്ത എന്തൊക്കെയോ സംഭവിക്കുന്നു. അത് കേരള രാഷ്ട്രീയത്തിലെ ഏതൊക്കെയോ വിധത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്ന എന്തോ സംഭവമാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ നിർണ്ണയിച്ചതുപോലെ ഉണ്ടായെന്നുള്ള അതിവായനകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു സ്മൃതിയുടെ അവതരണം. ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്നത്തെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിലെ സമവാക്യങ്ങളെ ഏതെങ്കിലും രീതിയിൽ രൂപപ്പെടുന്ന എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ നിയമിക്കേണ്ട ഒരു ഘട്ടം വരുന്നു. ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒഴിയുന്നു. ഒരു തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞ് ആ സ്ഥാനത്തെത്തിയാൽ ഏതെങ്കിലും കാരണവശാൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് മാറ്റുമ്പോൾ രണ്ടാമതായി വരുന്നയാളെ ആ സ്ഥാനത്തേക്ക് നിയമിക്കണമെന്ന് ഏത് സംഘടനയിലാണ് ഒരു നിയമാവലി ഉള്ളത്? MLA ആയിട്ട് നമ്മൾ പലരും മത്സരിക്കുന്നുണ്ട്. MLA മരിച്ചാൽ രണ്ടാമതായി മത്സരിക്കുന്നയാളെ MLA ആക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് നടന്നാൽ രണ്ടാമതായി വന്നയാളെ, ഒഴിവ് വന്നാൽ രണ്ടാമതായി വന്നയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കണമെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഭരണഘടനയിലോ ഇലക്ഷൻ രീതികളിലോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു കീഴ്വഴക്കമേ ഇല്ല. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് ആ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ ഇടവേളയിൽ ആ ഒരു പ്രസിഡന്റിനെ കണ്ടെത്തേണ്ടി വരുമ്പോൾ ഒരു ചർച്ചകളിലൂടെ സമവായത്തിലൂടെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് രീതി. അല്ലാതെ ഇപ്പോൾ CPM കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ സംസ്ഥാന കമ്മിറ്റി കൂടിയാണോ MV ഗോവിന്ദനെ തെരഞ്ഞെടുത്തത്? പാർട്ടി കോൺഗ്രസിലായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയത്. MV ഗോവിന്ദനെ തെരഞ്ഞെടുത്തത് എങ്ങനെ? സെക്രട്ടേറിയറ്റ് കൂടി MV ഗോവിന്ദനെ സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് അങ്ങേക്ക് പറയാൻ പറ്റുമല്ലോ. ഇന്ത്യൻ പ്രസിഡന്റ് മരിച്ചു പോയാൽ മരണത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണോ ശ്രീ നിസാം? ലൈംഗികാരോപണ കേസിൽ പുറത്തു പോകേണ്ടി വന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ അല്ലേ? നീതിയെക്കുറിച്ചാണ് നിസാം സെയ്ദ് പറയുന്നത്. നീതിയെക്കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഈ പറയുന്ന പോലെ നല്ല ഒരാളെ, നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരാളെ അധ്യക്ഷ സ്ഥാനത്തേക്കും അടുത്ത ആളെ ഉപാധ്യക്ഷമാക്കിയാൽ മതി. ആ തെരഞ്ഞെടുപ്പ് ആ ഘട്ടത്തിലേക്കുള്ളതായിരുന്നു. ആ ഘട്ടത്തിൽ ഘട്ടം എവിടെ വെച്ച് മുറിഞ്ഞു? അതല്ലല്ലോ സ്മൃതി, അതാണ് വിഷയം. ഞാൻ ചോദിക്കുന്നത് അബിൻ വർക്കി എന്ത് ചെയ്തിട്ട് അബിൻ വർക്കിയുടെ സ്ഥാനം പോകുന്നു എന്നുള്ളതാണ്. അബിൻ വർക്കി എന്ത് ചെയ്തിട്ടാണ് അബിൻ വർക്കിയുടെ സ്ഥാനം പോകുന്നത്? എന്തുകൊണ്ട് അബിൻ വർക്കി ഇവിടെ നിന്ന് പോകേണ്ടി വരുന്നു? അബിൻ വർക്കിയെ പാർട്ടിയിൽ കുറച്ചുകൂടി വലിയ സ്ഥാനമായിട്ട് അദ്ദേഹം അതിനെ കാണുന്നില്ല. അദ്ദേഹത്തെ ഉള്ള സ്ഥാനത്ത് നിന്നും താഴേക്ക് ഇറക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. ഈ ദേശീയ സെക്രട്ടറി എന്താണ് ചെയ്യുക? 5 ദേശീയ സെക്രട്ടറികളിൽ ഒരാളാണ്. അതങ്ങ് ആലോചിക്കൂ ശ്രീ നിസാം സെയ്ദ്. 5, ഇപ്പോൾ 3 ഉണ്ട്. ഇപ്പോൾ അഭിജിത്തിനെയും ചേർത്ത് 5 പേർ. അതിലൊരാളായിട്ട് ഇവിടെ നാട് കടത്തുകയാണ് ശ്രീ നിസാം സെയ്ദ്. ശരി, അവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ ചുമതല എന്താണെന്ന് പറയും. കേരളത്തിലെ എത്ര വൈസ് പ്രസിഡന്റ്മാരിൽ ഒരാളാണ് അദ്ദേഹം. ഇവിടെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ചുമതലകൾ എന്തൊക്കെയാണ് ശ്രീ നിസാം സെയ്ദ്?
അദ്ദേഹം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചുമതലകൾ എന്തൊക്കെയാണെന്ന് പറയൂ. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയല്ല. അങ്ങനെയാണോ മറുപടി? അദ്ദേഹം യൂത്ത് കോൺഗ്രസിന് നമ്മൾ കാണുന്ന കാര്യത്തെക്കുറിച്ചാണ് ചോദിച്ചത്. ഞാൻ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചല്ല. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അദ്ദേഹത്തെ സമരരംഗത്ത് നമ്മൾ കാണുന്നുണ്ട്, അദ്ദേഹത്തെ ചാനൽ ചർച്ചകളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതിനൊന്നും അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആകുന്നത് തടസ്സമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അദ്ദേഹം അങ്ങ് കരുതുന്നതോ ഞാൻ കരുതുന്നതോ അല്ലെങ്കിൽ നമ്മുടെ പാനലിൽ ഇരിക്കുന്ന ആരെങ്കിലും കരുതുന്നല്ലോ. അബിൻ വർക്കി അങ്ങനെ കരുതുകയാണെന്നേ, അതല്ലേ പ്രശ്നം? അബിൻ വർക്കിക്ക് തോന്നുകയാണ്. അബിൻ വർക്കിക്ക് സ്വാഭാവികമായും അതൃപ്തി ഉണ്ടായിരിക്കാം. അദ്ദേഹത്തിന് കേരളത്തിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായേക്കാം. അതൊക്കെ സ്വാഭാവികമാണ്. അത് പക്ഷേ കേരളത്തിലെ കോൺഗ്രസിന്റെ സമവാക്യങ്ങളെ ആകെ മാറ്റിമറിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിൽ എന്തോ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. അതിവായനകളെ ജനീഷ് യൂത്ത് കോൺഗ്രസ് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. OJ ജനീഷ് യൂത്ത് കോൺഗ്രസിൽ അദ്ദേഹം സ്വീകാര്യനൊക്കെയാണ്, എല്ലാവർക്കും ഇടയിൽ സ്വീകാര്യനൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അദ്ദേഹം ആരുടെ കാൻഡിഡേറ്റ് ആയിട്ടാണ് വരുന്നത് എന്ന് തന്നെയാണ് പ്രധാനം. അദ്ദേഹത്തിന്റെ പേര് ആരാണ് നിർദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് പ്രധാനം. അപ്പുറത്ത് ബിനു ചുള്ളിയിൽ തെരഞ്ഞെടുപ്പിലേ നിന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയിൽ പോലും ബിനു ചുള്ളിയിൽ വിദ്യാഭ്യാസ യോഗ്യതയിൽ പോലും ആലപ്പുഴയിൽ നിന്ന് വരുന്നു. KCയുടെ അദ്ദേഹത്തിന്റെ പേര് ആര് നിർദ്ദേശിച്ചു എന്നാണ് സ്മൃതി കരുതുന്നത്? ജനീഷിന്റെ പേര് ആര് നിർദ്ദേശിച്ചെന്നാണ് സ്മൃതി കരുതുന്നത്? ഷാഫി പറമ്പില് തൃപ്തിയുള്ള പേരാണ്, ഷാഫി പറമ്പിന് ഇഷ്ടമുള്ള പേരാണ് OJ ജനീഷ്. ഷാഫി പറമ്പിൽ അതൃപ്തി, ഷാഫി പറമ്പിൽ ഇഷ്ടമുള്ള പേരാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതൊരു തെറ്റാണോ? കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ തെറ്റാണോ എന്നല്ല, അതാണ് ഒരാളുടെ സ്ഥാനത്തിന് കാരണമാകുന്നത് എന്നുള്ളതാണ്. ആർക്ക് വേണമെങ്കിലും ആരെയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യാം. ചോദ്യത്തിൽ നിന്നും ഒളിച്ചോടരുത്. ചോദ്യം എന്താണ് അങ്ങ് എന്താണ് പറയുന്നത്? സ്മൃതി ചോദിച്ച ചോദ്യം എന്താണ്? അബിൻ വർക്കിയോട് അനീതി കാണിച്ചോ എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? അതല്ലേ സ്മൃതി ചോദിച്ച ചോദ്യം? അതെ, അനീതിയാണ്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിലൊന്നും ഒരു കാര്യമില്ല എന്നാണ് അങ്ങ് പറയുന്നത്. പിന്നെ എന്തിനാണ് വെറുതെ പൈസ ചെലവാക്കി ആളുകളെയും ബുദ്ധിമുട്ടിച്ച് വെയിലും കൊണ്ട് മാസങ്ങളോളം പ്രവർത്തിച്ച് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? ആ തെരഞ്ഞെടുപ്പ് റദ്ദായിട്ടില്ലല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ അധ്യക്ഷൻ എങ്ങനെയാണ് തെറിച്ചുപോയത്? ഉപാധ്യക്ഷൻ അനുഭവിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഒരു തുടർ പ്രക്രിയയല്ല. ആ തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്തുള്ളയാൾ മാറി നിന്നാൽ പിന്നെ ഒരു കീഴ്വഴക്കവും ഒരു നിയമവും അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. ആയ സമയത്ത് മുതലല്ലേ തെരഞ്ഞെടുപ്പ് രൂപത്തിലേക്ക് വന്നത്? പറയുകയാണ് സ്വാഭാവികമായും വരേണ്ടത് വൈസ് പ്രസിഡന്റാണ്. ഹൈബീഡിന് തോന്നുകയാണ് എന്ത് വൈസ് പ്രസിഡന്റ്? ഒരു വൈസ് പ്രസിഡന്റ്മാരല്ലോ, ജനീഷും വൈസ് പ്രസിഡന്റ് ആയിരുന്നു. സ്മൃതി ചുമതല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാ വൈസ് പ്രസിഡന്റുമാരും ഒരുപോലെയാണ്. അപ്പൊ ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ ഒരു റിപ്പോർട്ടർ പറയുന്നത് കേട്ടു, കെട്ടിയിറക്കിയ പ്രസിഡന്റ് എന്താ? ജനീഷ് കെട്ടിയിറക്കിയ പ്രസിഡന്റ് ആണോ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ പ്രസിഡന്റ് ആകുമ്പോൾ കെട്ടിയിറക്കിയ പ്രസിഡന്റ് എന്നാണോ? അത് ജനൻ TVയുടെയോ കൈരളിയുടെയോ ഒരു റിപ്പോർട്ടർ പറയേണ്ട വാചകം എന്നാണ് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ പറയുന്നത്. ശരി, ശ്രീ ജോർജ് പുടിപ്പാറ, അങ്ങ് എങ്ങനെ കരുതുന്നു? അബിൻ വർക്കിക്ക് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടോ? ഒറ്റ വാക്കില് അതിന് ഉത്തരം പറയാൻ പറ്റും. സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. പാർട്ടിക്ക് ഒരുപാട് ന്യായങ്ങളൊക്കെ പറയാനുണ്ടാവും. നിസാം സെയ്ദ് പറയുന്ന പോലത്തെ സാങ്കേതികത്വമൊക്കെ ചൂണ്ടിക്കാണിക്കാം. ഒരു ഇലക്ഷൻ പ്രസിഡന്റ് മാറി, അദ്ദേഹത്തെ മാറ്റി. അപ്പൊ സ്വാഭാവികമായിട്ട് ആ കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരൊന്നും ആ പദവിയിൽ പിന്നെ അവർക്ക് ക്ലെയിം ഇല്ല എന്നൊക്കെ പറയാം. അതൊക്കെ ശരിയായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കും നാട്ടു നടക്കും. പക്ഷെ സാമാന്യ നീതി, സാമാന്യ മര്യാദ, ധാർമ്മികത, നൈതികത എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അബിൻ വർക്കിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം അദ്ദേഹത്തിന് അയോഗ്യത വന്ന ഒരു സാഹചര്യത്തിൽ അടുത്ത ഊഴം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിൻഗാമിയായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരേണ്ടിയിരുന്നത് നാച്ചുറൽ ചോയ്സ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഒരു ഓട്ടോമാറ്റിക് ചോയ്സ്, അത് അബിൻ വർക്കി ആകേണ്ടതായിരുന്നു. അങ്ങനെ ആകാതിരിക്കാൻ ഒരു ചോദ്യം ഉണ്ടല്ലോ, അങ്ങനെ ആക്കാതിരിക്കാൻ അബിൻ വർക്കിക്കുള്ള അയോഗ്യത എന്ന് പറയാമോ? എന്റെ സുഹൃത്ത് നിസാം ചെയ്തു അദ്ദേഹത്തെ ആക്കാതിരുന്ന കോൺഗ്രസ് നേതാക്കൾ അതൊന്ന് പറയട്ടെ. അബിൻ വർക്കിയുടെ അയോഗ്യത എന്താ? അദ്ദേഹം എന്ത് കാര്യത്തിലാണ് പാർട്ടിക്കെതിരെ ഏതെങ്കിലും ഘട്ടത്തിൽ സംസാരിച്ചിട്ടുള്ളത്?
ഏത് ഘട്ടത്തിലാണ് പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ മറികടന്നിട്ടുള്ളത്? ഏത് ഘട്ടത്തിലാണ് പാർട്ടിക്ക് എന്തെങ്കിലും അപമാനം ഉണ്ടാകുന്ന രീതിയിൽ അദ്ദേഹം വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ചെയ്തിട്ടുള്ളത്? ചാനൽ ചർച്ചകളിൽ പാർട്ടിയുടെ മുഖമായിരുന്നു കൊണ്ട് പാർട്ടിയെ അവമതിപ്പുണ്ടാക്കുന്ന എന്തെങ്കിലും പ്രയോഗങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം ഒരു പോരുകോഴിയെ പോലെ വാദിച്ചിട്ടുണ്ട്, അതിശക്തമായി തന്നെ വാദിച്ചിട്ടുണ്ട്. പക്ഷേ എതിരെ ഇരിക്കുന്ന വ്യക്തിയെ അപമാനിക്കുന്ന രീതിയിൽ, ആ പ്രസ്ഥാനത്തെ അപമാനിക്കുന്ന രീതിയിൽ നാളെ അതൊരു ഒരു ആരോപണമായിട്ട് അല്ലെങ്കിൽ ഒരു ആയുധമായിട്ട് പാർട്ടിക്കെതിരെ വിനിയോഗിക്കുന്ന രീതിയിൽ എന്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടോ? എന്താ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു അയോഗ്യത? അദ്ദേഹത്തിന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നിൽ 1,90,000 ആ വാക്ക് അതൊന്ന് അടിവരയിട്ട് കാണേണ്ടതാണ് കേട്ടോ. പിന്നെ കിട്ടിയവർക്കൊക്കെ എത്ര കിട്ടി എന്നുള്ളത്, ഇപ്പൊ പ്രസിഡന്റായ ജനീഷിന് എത്ര വോട്ട് കിട്ടി എന്നുള്ളത് 1,70,000. അല്ല, 1,70,000. ഈ ഇപ്പൊ ആയിരിക്കുന്ന ആൾക്ക് എത്ര കിട്ടി എന്നുള്ളത് നമുക്കറിയാലോ. 17,000 19,000 വോട്ടാണ് കിട്ടിയത്. 19. തൊട്ടടുത്തുള്ള ആൾക്ക് അത്രയൊക്കെ കിട്ടിയത്. ഉം. അപ്പൊ ഈ രീതിയിൽ നോക്കുമ്പോൾ എന്താണ് അബിൻ വർക്കിയുടെ ഒരു അയോഗ്യത? മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ആരോപണമൊക്കെ വല്ലാതെ, ഞാൻ ജനീഷിനെ കുറച്ച് കാണുന്നില്ല, മിടുക്കനാണ്, എന്റെ ജില്ലക്കാരനാണ്, നല്ല ഭാവിയുള്ള ചെറുപ്പക്കാരനാണ്, VM അദ്ദേഹത്തെ സുധീറിന് കുറിച്ച് ശേഷം ആരോപണം. ഇതാദ്യമായി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാൾ തൃശ്ശൂരിൽ നിന്ന്. തൃശ്ശൂര് അതൊക്കെ ശരി തന്നെ. ഞാൻ അദ്ദേഹം ആയതിൽ എനിക്ക് ഒരു വിഷമവുമില്ല, ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷമുണ്ട്. പക്ഷെ അബിൻ വർക്കിയെ പോലെ ഒരാളുടെ അവസരം തട്ടിത്തെറിപ്പിച്ചിട്ട് അങ്ങേരെ നിഷേധിച്ചുകൊണ്ട്, അങ്ങേരെ തഴഞ്ഞുകൊണ്ട്, അങ്ങേരെ വനവാസത്തിന് അയച്ചുകൊണ്ട് അതായതിലുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റ് ആയ സമയത്ത് പല ആരോപണങ്ങളും ഉണ്ടായി. അതായത് വ്യാജ വോട്ട് തുടങ്ങി, ഒരുപാട് വ്യാജ ID തുടങ്ങി, ഒത്തിരി ആരോപണങ്ങൾ വന്നു. ഏതെങ്കിലും ഒന്ന് അതിന്റെ പേരിൽ അതൊക്കെ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് ആരാ? അബിൻ വർക്കി. അതൊന്നും ഇല്ല എന്നെങ്കിൽ ഒരുപക്ഷെ ഈ 1,70,000 വോട്ട് വാങ്ങിയ അബിൻ വർക്കിക്ക് വേണമെങ്കിൽ പ്രസിഡന്റ് ആകാമായിരുന്നു. അങ്ങനെ എനിക്ക് ചിന്തിച്ചൂടെ? അങ്ങനെ അദ്ദേഹത്തിന് ചിന്തിച്ചൂടെ? ഈ കൃത്രിമവും അതുപോലെ തന്നെ ഈ പറഞ്ഞ കളവൊന്നും ഇല്ലെങ്കിൽ ഞാൻ ജയിക്കേണ്ടതായിരുന്നു, എന്റെ ജയമാണ് തട്ടിത്തെറിപ്പിച്ചത് എന്ന് പറഞ്ഞൊരു ആരോപണം ഉന്നയിച്ച് പൊതുമധ്യത്തിൽ വരാമായിരുന്നല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ആരോപണം ഉന്നയിച്ച് പാർട്ടിയെയോ രാഹുൽ മാങ്കൂട്ടത്തിലിനെയോ യൂത്ത് കോൺഗ്രസിനെയോ അദ്ദേഹം പ്രതിസന്ധിയിലാക്കിയോ? ഏതെങ്കിലും ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു? അതും മാത്രമല്ല, ഇതിന്റെ പേരിൽ ഏതെങ്കിലും പാർട്ടി ഏൽപ്പിച്ച ദൗത്യം, നിയോഗത നിറവേറ്റാതിരുന്നു. മറ്റാര് ചെയ്തതിനേക്കാൾ ആത്മാർത്ഥതയോടെ, ആ വാക്കും അടിവരയിട്ട് പറയേണ്ടതാണ്, മറ്റാരേക്കാൾ ആത്മാർത്ഥതയോടെ, ആവേശത്തോടെ, ആർജവത്തോടെ അദ്ദേഹം പെരുമാറി. സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായപ്പോൾ എനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിലിനെയൊക്കെ മാറ്റി നിർത്തിയാൽ പാലക്കാട് ഏറ്റവും കൂടുതൽ സമയം ക്യാമ്പ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സകലമാന വേദികളിൽ, ഞാൻ തന്നെ അദ്ദേഹത്തോടൊപ്പം അവിടെ പല ചാനലുകളുടെയും ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്, മുഖാമുഖത്തിലും ഒക്കെ. അപ്പൊ അങ്ങനെ ഉള്ള പല പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഏത് രീതിയിലാണ് ആ ഘട്ടത്തിലൊക്കെ പ്രതികരിച്ചതെന്നും പ്രവർത്തിച്ചതെന്നും പെർഫോം ചെയ്തതെന്നും ഞാൻ നേർസാക്ഷിയാണ്. അതുകൊണ്ടാണ് ഈ സങ്കടം. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഈ തൊടുന്യായം അല്ലെങ്കിൽ ദുർബലമായ ഒരു ന്യായം പറഞ്ഞാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത്. അതായത് സാമുദായിക സമവാക്യം, അദ്ദേഹം ഒരു ക്രിസ്ത്യാനി ആയി പോയി എന്നതാണോ പോരായ്മ? അതാണോ കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യം? പണ്ടൊക്കെ അത് അയാൾ തന്നെ പറയുന്ന ഒരു പറഞ്ഞ കാരണമായി കണ്ടാൽ പോരെ ശ്രീ ജോർജ് പൊടിയാറ? അടിസ്ഥാനപരമായി സത്യത്തിൽ ഇത് വേറെ രമേശ് ചിലതാണ്. ചെന്നിത്തലയ്ക്കൊപ്പം നിന്ന അതെ, യുവനേതാവ് എന്നതാണോ അദ്ദേഹത്തിന് ബ്ലാക്ക് മാർക്ക് ആയത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തല സത്യം. ഇപ്പോൾ അനഭിമതനാകുന്നത് എങ്ങനെയെന്ന ചോദ്യം കൂടിയുണ്ടല്ലോ. നമുക്കറിയാവുന്നതാണ്, ഒരിടയ്ക്ക് പ്രതിപക്ഷ നേതാവ് നല്ല ശക്തനാകുന്നു, പ്രതിപക്ഷ നേതാവ് ഉപതെരഞ്ഞെടുപ്പുകളിൽ യുവാക്കളുമായി ചേർന്ന് തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നു. അങ്ങനെ ഒരു എന്താണ് 3 പേർ ചേർന്ന ഒരു സഖ്യം എന്ന രൂപത്തിൽ കൂടി അത് വ്യാഖ്യാനിക്കപ്പെട്ടു. ആ രൂപത്തിലായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും VD സതീശനും എന്ന രൂപത്തിൽ. ആ സമവാക്യം തന്നെ ചിതറിപ്പോയത് ഏത് ഘട്ടത്തിലാണ് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കൃത്യമായ നിലപാട് പ്രതിപക്ഷ നേതാവ് അവിടെ എടുക്കുകയാണ്. അതിനു മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ തൊട്ട് പിന്നാലെ അതേ വിഷയത്തിൽ പ്രതികരിക്കുക, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് തൊട്ട് മുൻപ് തന്നെ ചില വിഷയങ്ങളിൽ ആദ്യം കയറി പ്രതികരിക്കുക. അങ്ങനെ ഒരു മത്സര സ്വഭാവത്തോടു കൂടി തന്നെ രമേശ് ചെന്നിത്തല രംഗപ്രവേശം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ഒരു ഘട്ടത്തിൽ. അതിനെ ഒരു ഘട്ടം വരെയും ദേശീയ തലത്തിൽ നിന്നും നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നു എന്ന് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ VD സതീശൻ നിസ്സഹായനാണ്. രമേശ് ചെന്നിത്തല അതിനുശേഷം രാജ്യത്തിന് പുറത്തു പോയി ചില അഭിമുഖങ്ങൾ നൽകിയതിൽ തനിക്ക് പണ്ട് ഉണ്ടായ വേദന, അതായത് പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെട്ട വേദന വീണ്ടും വീണ്ടും അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നു. അതിനുശേഷം ഇപ്പോൾ പൂർണ്ണമായും അനഭിമതനാകുന്നു. ഇതാണോ അതിൻ്റെ ഒരു ചക്രം? ഇങ്ങനെയാണോ അത് കറങ്ങി എത്തിയിരിക്കുന്നത്? ഒരു പരിധിവരെ സ്മൃതി പറഞ്ഞതിൽ വാസ്തവമുണ്ട്. ഇതിപ്പോ എന്തായാലും ഈ പറഞ്ഞ 2 നോമിനേഷൻസും, അതായത് ജനീഷിന്റെ നോമിനേഷൻ ആവട്ടെ, ബിനു ചള്ളിയിലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയതാകട്ടെ, ഇത് രണ്ടും ഈ പറഞ്ഞ പോലെ VD സതീശന്റെ ഒന്നും തീരുമാനമല്ല. അല്ലാന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കും അതിൽ റോളില്ല. ഇത് KC വേണുഗോപാലിന്റെ തീരുമാനമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. KC വേണുഗോപാൽ ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബിൻ വർക്കിക്കും
വർക്കിക്കെതിരെ കൊടുത്ത പണിയല്ല ഇത്. അതിനേക്കാൾ കൂടുതൽ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. രമേശ് ചെന്നിത്തലയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഐ ഗ്രൂപ്പിന്റെ ആചാര്യൻ അല്ലെങ്കിൽ ഐ ഗ്രൂപ്പിന്റെ സർവാധികാരി താനാണെന്ന വല്ല വിശ്വാസവും എന്തെങ്കിലും ഒന്ന് രമേശ് ചെന്നിത്തലയിൽ ഇനി അങ്ങനെ വല്ലതും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല എന്ന് അദ്ദേഹത്തെ അന്തിമമായിട്ട് ബോധ്യപ്പെടുത്തുന്ന ഒരു അടിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. എന്തിനാണ് ഇത്രത്തോളം നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് ഈ 3 ശക്തി കേന്ദ്രങ്ങൾ, നമുക്കറിയാം രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ വി ഡി സതീശനുമായിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട 2 കോമ്പറ്റീറ്റേഴ്സ്. അതിൽ ഈ കെ സി വേണുഗോപാൽ ഒരുപക്ഷെ നമ്മളൊക്കെ പറഞ്ഞിരുന്നത് അവസാന ഘട്ടത്തിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു കോംപ്രമൈസ് സ്ഥാനാർത്ഥിയായിട്ട് പാരച്യൂട്ടിൽ എത്തിയേക്കാം എന്നൊക്കെ കരുതിയിരുന്നിടത്തുനിന്ന് ഇപ്പൊ പാരച്യൂട്ടൊന്നും അല്ല, ആ ശരിയായ അർത്ഥത്തിൽ തന്നെ അദ്ദേഹം സ്റ്റിഫ് കോമ്പറ്റീറ്ററായിട്ട് രംഗത്ത് വരികയാണോ എന്ന് സംശയിക്കാൻ ന്യായമുണ്ട്. അതിന് ഈ പാവം അബിൻ വർക്കിയെ പോലുള്ളവർ എന്തിന് പിഴയൊടുക്കണം, എന്തിന് അവരുടെ കരിയർ നശിപ്പിക്കണം എന്ന ചോദ്യം. അവരൊക്കെ വന്നോട്ടെ, അവരൊക്കെ വലിയ നേതാക്കളാണ്, അവരൊക്കെ കോൺഗ്രസിന് വലിയ സംഭാവനകൾ ചെയ്യുന്നവരാണ്, ഇതിനൊന്നും നമ്മൾ തർക്കിക്കുന്നില്ല. പക്ഷേ അബിൻ വർക്കിയെ പോലുള്ള മനുഷ്യര് ചാനൽ ചർച്ചകളിൽ പാർട്ടിക്ക് വേണ്ടി ഘോരഘോരം വാദിക്കുന്ന ചെറുപ്പക്കാരൻ, ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രചരണത്തിന്റെ ഏറ്റവും വലിയ മുഖമായി നിൽക്കുന്ന ചെറുപ്പക്കാരൻ, അന്തസ്സില്ലാത്ത, കുലീനതയില്ലാത്ത, മാന്യതയില്ലാത്ത ഒരു വാക്ക് പോലും ഒരു ചർച്ചയിലും പറയാത്ത ചെറുപ്പക്കാരൻ, പാർട്ടിക്കെതിരെ ഒന്നും പറയാത്ത എപ്പോഴും പ്രസാദാത്മകമായിട്ട് മാത്രം പ്രതികരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അയാളെ എന്തിനാണ് ഇങ്ങനെ ഈ കേരളത്തിൽ ഇത്രയും സജീവമായ രാഷ്ട്രീയം വരുന്നൊരു ഘട്ടത്തിൽ, വളരെ അദ്ദേഹത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു ഘട്ടത്തിൽ എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ പാക്ക് ചെയ്യുന്നത്? ഒരു ബോധമുള്ള പാർട്ടി അത് ചെയ്യുമോ, അല്ലെങ്കിൽ പാർട്ടി ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ഇതുപോലെയുള്ള നിർണായക ഘട്ടങ്ങളിൽ എന്ന ചോദ്യമാണ് എന്റെ മനസ്സിൽ ഉയരുന്നത്. ജനീഷിനോട് വീണ്ടും പറയുന്നു, ജനീഷിനോട് ഒരു വിരോധമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അദ്ദേഹം എന്റെ ജില്ലക്കാരൻ, അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നതിൽ അഭിമാനമേ ഉള്ളൂ, അല്ലെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ അബിൻ വർക്കിയോട് പണ്ട് പറഞ്ഞതുപോലെയാണ്, അതായത് സീസർ ഈസ് ആൻ ഓണറബിൾ മാൻ, പക്ഷെ ഞാൻ സീസറിനേക്കാൾ റോമിനെ സ്നേഹിക്കുന്നു പറഞ്ഞ പോലെ ജനീഷ് ഒരു മാന്യനാണ്, പക്ഷെ അബിൻ വർക്കി അതിലേറെ മാന്യനാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനത് പറയുന്നത്. ശരി. അബിൻ വർക്കിയെ തഴയാൻ ഒരു കാരണവും എന്റെ കൺമുന്നിലില്ല, മറിച്ച് തഴയാതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് താനും സ്മൃതി. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചായാലും യു ഡി എഫിനെ സംബന്ധിച്ചായാലും ഇപ്പുറത്ത് എൽ ഡി എഫിനെ സംബന്ധിച്ചാലും എത്രത്തോളം പ്രധാനമാണ് എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അരയും തലയും മുറുക്കി തന്നെയാണ് ആ പോരാട്ടം. ആ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിൽ ഭയങ്കര ഐക്യമാണ്, അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രധാനപ്പെട്ട നേതാവുണ്ട്. ഇപ്പുറത്ത് അങ്ങനെ എല്ലാ കാര്യങ്ങൾ, നിരവധി വിഷയങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങാനുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടും അത് എത്രത്തോളം ഉപയോഗിക്കുന്നു, എത്രത്തോളം അതിൽ സമരങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്നൊക്കെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന് ഇത്രയും കാലം ഒരു നാഥനില്ല, ഇപ്പോൾ നാഥൻ എത്തിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് സമരം മുഖരിതമാകുമെന്ന് കരുതേണ്ടതുണ്ടോ? ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ ഇല്ലയോ? ശ്രീ സണ്ണിക്കുട്ടി. സ്മൃതി, പിന്നെ എനിക്ക് ഈ ബിനു ചുള്ളിയിൽ, ജനീഷ്, ഈ രണ്ടുപേരെ എനിക്ക് വ്യക്തിപരമായി യാതൊരു പരിചയവുമില്ല. അപ്പോൾ സ്മൃതി എന്നെ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം ഞാൻ അന്വേഷിക്കുമ്പോൾ ഇവർ അടിത്തട്ട് മുതൽ പ്രവർത്തിച്ചു വന്ന മിടുക്കന്മാരായ 2 പേരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അബിൻ വർക്കിയെ മാറ്റിയിട്ട് ഇവർ 2 പേരും വരുമ്പോഴത്തെ ചിത്രമാണ് വളരെ പ്രധാനപ്പെട്ടത്. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ചില ആരോപണങ്ങളുണ്ടായി. അതിനു മുമ്പ് അദ്ദേഹത്തിനൊരു നല്ല പ്രതിച്ഛായ ഉണ്ടായിരുന്നു. ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിലും കോൺഗ്രസിൻ്റെ ഒരു മുന്നണി പോരാളി എന്ന നിലയിലും അദ്ദേഹം ഒരു മുൻനിരയിൽ നിന്ന് ചെറുപ്പക്കാരെ നയിച്ച ഒരാളാണ്. എൻ്റെ അഭിപ്രായത്തിൽ, ഇതൊരു പേഴ്സണൽ അഭിപ്രായം, എൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു നല്ല പിന്തുടർച്ച അത് അബിൻ വർക്കിയാകുമായിരുന്നു. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം സജീവമായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ രംഗത്തുള്ള ആളാണ്. ഒരു രാഹുലിൽ നിന്ന് ബാറ്റൺ വാങ്ങാൻ പറ്റിയ ഒരാൾ. ഞാൻ രാഹുൽ നേരിട്ട പിന്നെ ആരോപണങ്ങളെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്. അതിന് മുമ്പുണ്ടായിരുന്ന രാഹുലിൽ നിന്ന് നേരിട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ പറ്റിയ ഒരാളായിരുന്നു എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഇവരൊക്കെ കെ സി വേണുഗോപാലിൻ്റെ നോമിനീസാണോ അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ പിടിപാടൊന്നുമില്ല. പക്ഷേ ഈ 2 പേരും വേണുവിനെ വളരെ ഇഷ്ടപ്പെട്ട ആളുകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇവിടെ നിസാം പറഞ്ഞ ഒരു കാര്യത്തിലൊരു അഭിപ്രായം പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് ഒരിക്കൽ മാത്രമായിട്ട് നടന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിനെ വീണ്ടും എടുക്കുന്ന ഒരു കീഴ്വഴക്കം ഇല്ല, അങ്ങനെ ഒരു രീതി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിസാമിനോടൊരു കാര്യം ചോദിക്കാം. നിസാമേ, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 4-5 പേര് മത്സരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ പ്രസിഡന്റ് ആകുന്നു. പിന്നെ അടുത്ത വോട്ട് കിട്ടുന്നവരെല്ലാം വൈസ് പ്രസിഡന്റ് ആകുന്നു. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് രീതി
ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംഘടനയ്ക്കുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരണം. അത്ര വിശേഷപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് രീതിയാണ് അത് എന്ന് ആലോചിക്കണം. അതവിടെ നിന്നിട്ട് അത് വോട്ടിൻ്റെ കണക്കും കിട്ടിയ കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ്സിൽ ആരാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിന് ശേഷം നമ്മുടെ ഒരു പുതിയ പ്രസിഡന്റിനെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ മറ്റൊന്നുമില്ല, ഒരു കാര്യവുമില്ല. നോമിനേഷൻ അല്ലാതെ നേതാക്കൾക്ക് ഇഷ്ടമുള്ള ഒരാളിനെ അങ്ങ് നോമിനേറ്റ് ചെയ്യുക എന്നതിനപ്പുറത്ത് നമ്മുടെ കയ്യിൽ മറ്റൊന്നുമില്ല. പക്ഷേ ഇത് കുറച്ചുകൂടെ വ്യത്യസ്തമാകുമായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അത് ഒന്നാമത് വന്ന ആൾ ഇപ്പം രണ്ടാമത് വന്ന ആൾ വീണ്ടും വരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മൂന്നാം സ്ഥാനക്കാരിയായ അരിതാ ബാബുവിനേക്കാൾ വളരെ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ രണ്ടാമത് വന്ന അബിൻ വർക്കി ഒരു വർക്കിംഗ് പ്രസിഡന്റ് പോലും അല്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടാവുക. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്കിൽ എന്തുകൊണ്ട് ഈ മനുഷ്യനെ അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരനെ എല്ലാവരും അദ്ദേഹത്തെ പറ്റി പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അബിൻ വർക്കിയെ ഒരാളെ എന്തുകൊണ്ട് വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയില്ല? അതെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്നു, ആ സ്മൃതി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഈ നമ്മുടെ പ്രതിപക്ഷം എത്രത്തോളമൊക്കെ ചെയ്താൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ പല പല ഇഷ്യൂസ് വരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൻ ED സമൻസ് വന്ന കാര്യമുണ്ട്. അതിനു മുമ്പ് സ്വർണ്ണ കവർച്ചയുണ്ട്. അങ്ങനെ പല പല ഇഷ്യൂസിലൊക്കെ പ്രതിപക്ഷം വളരെ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്, അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെയൊക്കെ മുൻനിരയിൽ നിന്ന ഒരാളാണ് അബിൻ വർക്കി. ഇപ്പോൾ കുറേ കാലമായിട്ട് യൂത്ത് കോൺഗ്രസ്സിന് പ്രസിഡന്റ് ഇല്ല. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ പ്രസിഡന്റ് ഇല്ലാത്ത സാഹചര്യത്തിലും യൂത്ത് കോൺഗ്രസ് ഇവിടെ നന്നായിട്ട് സമരരംഗത്ത് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. യൂത്ത് കോൺഗ്രസ് ആണ് മുമ്പിൽ നിന്നത് തന്നെ. അപ്പോൾ ഈ പ്രസിഡൻ്റൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, അതാണ് ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് വൈൻഡപ്പ് ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യം അതാണ്. ഏതായാലും ഇതൊക്കെ നടന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളിനിയും അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കാത്തതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതിനിടയ്ക്ക് ഇവിടെ ഒരു ചർച്ച വന്നത് ദേശീയ തലത്തിലേക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ സ്മൃതി, കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് എത്ര പേരാണ് ദേശീയ രംഗത്ത് പോയിട്ട് സക്സസ് ആയിട്ടുള്ളത്? നമുക്കൊരു KP മാധവൻ നായരെ ഓർമ്മിച്ച് പറയാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ വയലാർ രവിയ, അത് കഴിഞ്ഞ് AK ആന്റണിയെ നമുക്കറിയാം, അത് കഴിഞ്ഞ് KC വേണുഗോപാല. അങ്ങനെ ഒന്നോ രണ്ടോ പേർക്ക്. ഇപ്പോൾ KC വേണുഗോപാൽ നേതാവായത് വെറുതെ ആയതൊന്നുമല്ല. അദ്ദേഹം ഇവിടുന്ന് സത്യം പറഞ്ഞാൽ അദ്ദേഹം ഇവിടുന്ന് അങ്ങ് ദേശീയ തലത്തിലേക്ക് കിക്കിംഗ് ടു ദ അപ്സ്റ്റേഴ്സ് അങ്ങനെ പോയ ഒരാളാണ്. അദ്ദേഹം MP ആയി, നല്ലൊരു MP ആയിരുന്നു. കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി പ്രസിഡന്റ് ആകുമ്പോഴും മറ്റും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചു. ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നന്നായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ നിലയിലേക്ക് വന്നു. അതുപോലെ അബിൻ വർക്കി ആകണമെന്നില്ല. അയാൾ ആഗ്രഹിക്കുന്ന ഇവിടെയാണെങ്കിൽ ഇവിടെ ആകട്ടെ എന്നേ പറയാൻ പറ്റൂ. അതുപോലെ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പുള്ള പ്രതിപക്ഷത്തെക്കുറിച്ച് സ്മൃതി ചോദിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ സതീശൻ ഒരു നല്ലൊരു പ്രതിപക്ഷ നേതാവാണ്. എന്താണ് കുഴപ്പം അദ്ദേഹത്തെ ഒതുക്കിയെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ റോളില്ലെന്നോ പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമ്പം അത് സതീശൻ പറയുന്ന ആളായിരിക്കണം എന്ന് പറഞ്ഞാൽ അവരെ സതീശൻ പറയുന്ന ഒരാളിനെ എടുത്താൽ നമുക്ക് വേണമെങ്കിൽ പറയാം KC വേണുഗോപാലിനെ അവിടെ റോളില്ലാതായി ഒതുക്കി എന്നൊക്കെ പറയാം. അതിനർത്ഥങ്ങളൊന്നുമില്ല. സതീശൻ അദ്ദേഹത്തിൻ്റെ ജോലി വളരെ വൃത്തിയായിട്ടും വെടിപ്പായിട്ടും ചെയ്യുന്നുണ്ട്. അതങ്ങനെ മുന്നോട്ട് പോട്ടെ. പിന്നെ കാരണം ഒരു വാക്ക് ഇവിടെ KC വേണുഗോപാൽ ഇവിടെ മത്സരിക്കാമെന്ന് എന്താ കുഴപ്പം? KC വേണുഗോപാൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാ ചുമതലയുള്ളത്. കേന്ദ്ര പാർട്ടിക്ക് ഹൈക്കമാൻഡിന് തോന്നിയാൽ അദ്ദേഹത്തിന് ഇവിടെ ഒന്ന് മത്സരിക്കാനും കേരളത്തിൽ ജയിച്ചാൽ UDF ജയിച്ചാൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്നതിൽ അത്ഭുതമൊന്നുമില്ല. നമ്മൾ വെറുതെ വ്യക്തിപരമായിട്ട് അതിനെ വെച്ച് ഒരു നിഗമനങ്ങളിലേക്ക് എത്തേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ലാൽകുമാർ, ഇപ്പോൾ അബിൻ വർക്കിയുടെ ഭാവി അങ്ങ് എന്താണ് കാണുന്നത്? ഇനിയിപ്പോൾ ദേശീയ സെക്രട്ടറിയായി തന്നെ ഇവിടെ നിന്ന് തന്നെ പ്രവർത്തിച്ചോളൂ എന്നാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നു, പക്ഷേ സ്ഥാനം അങ്ങ് ദേശീയ തലത്തിൽ എന്ന രൂപത്തിലാണോ കാണേണ്ടത്? വരുന്ന തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ സ്ഥാനാർത്ഥിയായേക്കാം എന്ന് കരുതിയിരുന്ന ആളാണ്. അത് ആ സാധ്യതകൾ അടഞ്ഞിട്ടില്ല എന്ന് വേണ്ടേ ഇപ്പോഴത്തെ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ? അദ്ദേഹം ആരെയും പിണക്കിക്കൊണ്ടല്ലോ കാര്യങ്ങൾ പറഞ്ഞത്. അല്ല, അദ്ദേഹത്തിന് ഒരു വീഴ്ച ഉണ്ടാകാതിരിക്കട്ടെ, ഇനി ഇവരുടെ ഭാഗത്തുനിന്നും അദ്ദേഹത്തെ ഒതുക്കാതിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ പറഞ്ഞ ഒന്ന് രണ്ട് വിഷയങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. നോക്കൂ, നിസാം പറഞ്ഞൊരു കാര്യം എന്താ,
വൈസ് പ്രസിഡന്റ് ഓട്ടോമാറ്റിക്കലി ആകുകയാണോ എന്നുള്ള ചോദ്യം അതാണല്ലോ. നോക്കൂ, പ്രസിഡന്റിന്റെ സ്ഥാനം പോയ ഉടനെ വൈസ് പ്രസിഡന്റ് വീട്ടിൽ പോകണമെന്ന് പറയുന്നത് എവിടെ ഉള്ളേ? അതുകൊണ്ടൊന്ന് പറഞ്ഞേ. അങ്ങനെ ഒരു കാര്യമില്ലേ? പ്രസിഡന്റ് സ്ഥാനം വേറെ എന്തോ ഒരു ദുഷ്പ്രവൃത്തി ചെയ്തിട്ട്, മോശം പ്രവൃത്തി ചെയ്തിട്ട് അയാൾക്ക് നാണം കെട്ട് രാജിവെച്ച് പോകേണ്ട സ്ഥാനത്ത് വൈസ് പ്രസിഡന്റിനും കൂടെ അതിന്റെ പാപഭാരം കൊണ്ടുപോക്കുക എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് രാജിവെച്ച ഉടനെ വൈസ് പ്രസിഡന്റ് രാജിവെക്കണോ? അതെന്ത് ലോജിക്കാ? അടുത്ത് പിന്നെ സണ്ണിക്കുട്ടി പറഞ്ഞത് ഇവിടുന്ന് മേളിലോട്ട് പോയാൽ കുഴപ്പമില്ല പ്രവർത്തനം എന്നല്ല. അത് ശരിയാ കോൺഗ്രസിനകത്താണെങ്കിൽ. ഇത് യൂത്ത് കോൺഗ്രസിലെ അങ്ങോട്ട് വിട്ടിരിക്കുക. നോക്കൂ, അടിവേരുള്ള അല്ലെങ്കിൽ അടിത്തട്ടിൽ ബന്ധമുള്ള ഒരു നേതാവാകുക എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഒരു കാര്യം. അതിന് ഇവിടെ നിൽക്കണം. അതിന് കേന്ദ്രത്തിൽ പോയി നിന്നാൽ ഒക്കത്തില്ല. ഞാൻ എൻ്റെ ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് പറയുന്നത്. ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലും അബിൻ വർക്കിക്ക് അറിയാവുന്നത് മലയാളമാണ്, അദ്ദേഹത്തിന് അറിയാവുന്ന മലയാളികളാണ്. ആ മലയാളികളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അടിയുറച്ച് ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതും അല്ല ഡൽഹിയിൽ ഇരിപ്പുണ്ടെന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ അബിൻ്റെ ആവശ്യം എന്താ? ഇപ്പോഴത്തെ ആവശ്യം എന്താ? യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം എന്നുള്ളത് മാറ്റൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വൈസ് പ്രസിഡന്റ് ആയിട്ട് എന്നുവെച്ചാൽ ഇപ്പം ഇരിക്കുന്ന സ്ഥാനത്തിലിരുത്തെങ്കിലും എന്നെ പ്രവർത്തിക്കൂ. 5-6 പേരുള്ള ഒരാളാണ് അദ്ദേഹം. വളരെ വലിയ പദവിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതങ്ങ് അനുവദിച്ചാൽ പോരെ? അപ്പം അതല്ല കാര്യം. ഇതൊരു സിംബോളിക് ആയിട്ടുള്ളൊരു എക്സസൈസാണ്. ആ സിംബോളിക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയോടൊപ്പം നിന്ന് ആളെ മാറ്റി എന്നുള്ള മെസ്സേജ്. രമേശ് ചെന്നിത്തല അല്ല ഇവിടുത്തെ കാര്യം തീരുമാനിക്കുന്നത്, ഞങ്ങൾ തന്നെയാണ്. KC വേണുഗോപാലിൻ്റെ കൃത്യമായ മെസ്സേജ് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുക പ്രോസസ്സ് തന്നെയാണ് ചെയ്തത്. അത് കോൺഗ്രസിനകത്തെ ഒരു ആഭ്യന്തര പ്രശ്നത്തിന് പാവം ഈ അബിൻ വർക്കി ഒരു ഇരയായി, ഒരു സ്കേപ്പ് ഗോട്ടായി എന്നുള്ളതാണ് സത്യം. ഇത് മനസ്സിലാക്കാൻ നമ്മൾ വേറെ വലിയ കോംപ്ലിക്കേറ്റഡ് പൊളിറ്റിക്കൽ സയൻസ് ഒന്നും പഠിക്കണ്ട. ഇത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എനിക്ക് ഒരു സംശയവും കാര്യത്തിൽ. പിന്നെ അടുത്ത വന്നൊരു വിഷയം എന്താ? ഷാഫി പറമ്പിലുമായിട്ട് ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥി അല്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഇല്ലായിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്ക് വോട്ട് കിട്ടിയേനെന്ന്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഷാഫിയുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരെ ഷാഫി അപ്പം സ്കെയിൽ ചെയ്താണോ തീരുമാനിച്ചിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനോട് ഏറ്റവും കൂടുതൽ താല്പര്യം ബാക്കിയുള്ളവരോടൊക്കെ, അപ്പോൾ കൂട്ടത്തിൽ നിന്നവരോടൊന്നും അത്ര താല്പര്യം ഉള്ളൂ എന്നുകൂടെ നമുക്ക് വിലയിരുത്താമല്ലോ അല്ലേ? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താമല്ലോ. ഇതൊന്നുമല്ല, കാര്യം വളരെ സിമ്പിളാണ്. KC വേണുഗോപാലും രാഹുൽ മാങ്കൂട്ടവും ഈ പറയുന്ന ഷാഫിയോടെ ചേർന്ന് ഇവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ശേഷം VD സതീശൻ ഇവരോട് ഇടഞ്ഞ സ്ഥിതിക്ക് VD സതീശനെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ ഒരു നെറ്റ്വർക്ക് നടക്കുന്നുണ്ട്. ആ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടാണ് കൃത്യമായി അത് ഒരു കാര്യം കൂടെ പറയാം. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തത് അടൂർ പ്രകാശാണ് സപ്പോർട്ട് ചെയ്തത്. കാര്യം എന്താ? ഫണ്ട് വരുന്നത് KMCC എന്നാ. ഈ ദുബായിൽ നിന്നൊക്കെയാ ഫണ്ട് വരുന്നത്. അവിടെ ആർക്കാ പിടിയുള്ളതെന്ന് നമുക്കറിയാം. എവിടുന്ന പാലക്കാട് വഴി ആ ബന്ധമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ VD സതീശൻ പിന്നെ ദുബായിക്ക് പോയത്. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ദുബായിക്ക് പോയത് ചുമ്മാ ആളെ കാണുന്നൊന്നുമല്ല. KMCC അല്ലെങ്കിൽ ഈ പറയുന്ന സംവിധാനം അവിടുത്തെ പണം വരുന്നതിനെ കൃത്യമായി ഉറപ്പിക്കുക. അതല്ലെങ്കിൽ VD സതീശനും ആകത്തില്ല, ഒന്നും ആകത്തില്ല. ഇത് ഒറ്റ കൺക്ലൂഡ് ചെയ്യാൻ VD സതീശനെ ഒതുക്കി, രമേശ് ചെന്നിത്തല ഒതുക്കി, ഇവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടായി. VD സതീശനെ ഒതുക്കത്തില്ലായിരുന്നു. പറ്റിപ്പോയെന്ന് വെച്ചാൽ ഈ വിഷയം വന്നപ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ ഷാഫിയും അവർ ഏലിയനേറ്റഡ് ആയി പോയതുകൊണ്ട് അവർ രണ്ടും ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി പോയി. ശ്രീ ജോർജ് പൊടിപാറ, നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും കോൺഗ്രസ് ഏത് തരത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടും, ആരൊക്കെയായിരിക്കും നേതൃത്വത്തിലുണ്ടാകുക എന്നതിന്റെ സൂചന കൂടിയായി ഈ വിഷയം കണ്ടുകൂടെ? അത്രത്തോളം കടന്ന് നമ്മളിപ്പോ ചിന്തിക്കണമെന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിൽ പോലും കൃത്യമായ സൂചനകളുണ്ട്. ആർക്കും അങ്ങനെ ഒരു എന്താ പറയാ, പലതും സംഭവിക്കാനിരിക്കുന്നുണ്ട്, പലതും ഉരുത്തിരിയാനിരിക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയായിട്ട് ഇതിനെ വായിച്ചെടുക്കാം. രമേശ് ചെന്നിത്തല വിചാരിക്കുന്ന പോലത്തെ ഒരു ആധിപത്യം ഈ ഗ്രൂപ്പിൽ അദ്ദേഹത്തിന് ഇനി കിട്ടുമോ? അദ്ദേഹത്തിന്റെ എന്താ പറയാ, അദ്ദേഹത്തോടൊപ്പം ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ നോമിനികളെ അവരാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ട് എന്ത് കാര്യം എന്നൊരു തോന്നൽ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണല്ലോ കോൺഗ്രസിനകത്ത് നേതാക്കൾ ഉണ്ടാവുന്നത്. ആ നേതാക്കൾക്ക് മറ്റുള്ളവർക്ക് ഏതെല്ലാം അക്കോമഡേഷൻസ് ഉറപ്പിക്കാൻ കഴിയും, ഉറപ്പിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൂടി ആശ്രയിച്ചാണല്ലോ അവരുടെ നേതൃത്വം അംഗീകരിക്കപ്പെടുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോ അബിൻ വർക്കിയെ പോലുള്ള ഒരു മിടുക്കന് പോലും അദ്ദേഹത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസിഡന്റ്ഷിപ്പ് ഉറപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അട്ടിമറിക്കപ്പെട്ടു. ആ സ്ഥാനത്തേക്ക് വേറെ ആളുകൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകൾ അപ്രതീക്ഷിതമായിട്ട് വന്നെങ്കിൽ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോടൊപ്പം ആളുകൾ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. പുതിയൊരു ശക്തി കേന്ദ്രം ഉയർന്നു വരുന്നു. ഗ്രൂപ്പ് സംഘടിച്ച് അവരിപ്പോ ഷാഫി പറമ്പില പഴയ ഗ്രൂപ്പ് ഒന്നുകൂടെ ഓർഗനൈസ് ചെയ്തിട്ട് പണ്ട് മുതലേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്ഷിപ്പ് ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് ഊട്ടി ഉറപ്പിക്കുകയാണല്ലോ ഇപ്പൊ ജനീഷിനെ പ്രസിഡന്റ് ആക്കുക വഴി ചെയ്തത്. അപ്പൊ ഗ്രൂപ്പിന് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു അക്കോമഡേഷൻ കിട്ടുന്നില്ല.
ഐ ഗ്രൂപ്പിന്റെ സർവ്വസൈന്യാധിപനായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഇനി എത്ര കണ്ട് നിൽക്കാൻ കഴിയും? കൂടെ ഉണ്ടായിരുന്ന ഇന്ന് ചില നേതാക്കൾ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. KPCC പ്രസിഡന്റ് വളരെ അനുകൂലമായിട്ടാണ് പറഞ്ഞത്. കെ മുരളീധരൻ പോലും പതിവിൽ നിന്ന് ഭിന്നമായിട്ട് ഇതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന രീതിയിലാണ് എല്ലാവരുമായിട്ട് ആലോചിച്ച് എല്ലാ വശങ്ങളും പരിഗണിച്ചിട്ടാണ് ഈ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. അതിനകത്ത് ഒന്നും പറയാനില്ല, പാർട്ടിക്ക് ഏറ്റവും ഗുണകരമാണെന്നുള്ള രീതിയിലാണ് കെ മുരളീധരൻ പോലും പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ ഇതെല്ലാം വരികൾക്കിടയോട് വായിക്കുമ്പോൾ ഇതെല്ലാം ആത്യന്തികമായിട്ട് ചെന്ന് ചേരുന്നത് പുതിയൊരു ശക്തി കേന്ദ്രം, പുതിയൊരു പവർ സെന്റർ ഉണ്ടാവുന്നു എന്ന് തന്നെയാണ്. ആ പവർ സെന്റർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ, UDF രാഷ്ട്രീയത്തെ നിയന്ത്രിക്കും എന്നത് നമുക്ക് കാത്തിരുന്ന് ശരി, തന്നെ ശ്രീ കാണേണ്ടി നിസാം വരും. സെയ്ദ് അങ്ങ് യോജിക്കുന്നില്ല എന്നറിയാം. അപ്പോൾ അങ്ങയുടെ അഭിപ്രായത്തിൽ എല്ലാവരും ചേർന്ന് ഐക്യപ്പെട്ടുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതിയായിരിക്കും, എല്ലാ നേതാക്കൾക്കും പ്രാമുഖ്യം ഉണ്ടാകും എന്ന രീതിയിലാണോ അങ്ങ് അനുമാനിക്കുന്നത്? കേരളത്തിലെ കോൺഗ്രസിൽ എന്തെങ്കിലും സ്ഥാനമോ എന്തെങ്കിലും നേട്ടമോ ഉണ്ടാക്കാൻ വേണ്ടി KC വേണുഗോപാലിനെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ആ സ്ഥാനത്തിരിക്കൊണ്ട് വേണ്ട, അതിനുള്ള അദ്ദേഹത്തിന് ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസിലുള്ള സ്ഥാനം അനുസരിച്ച് അദ്ദേഹം കേരളത്തിൽ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള സ്വാധീനം അദ്ദേഹത്തിന് കോൺഗ്രസിലുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് ആരെയെങ്കിലും ഒതുക്കാൻ വേണ്ടിയാണ് ഈ പരിപാടികളൊക്കെ നടത്തിയത്, അല്ലെങ്കിൽ അബിൻ വർക്കിക്ക് അർഹതപ്പെട്ട അബിൻ വർക്കി അർഹതപ്പെട്ട പലരിൽ ഒരാളായിരുന്നു എന്നുള്ളത് മാത്രമേ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുള്ളൂ. പിന്നെ കേന്ദ്രത്തിലേക്ക് വിടുന്നത് ഒതുക്കാനാണ് എന്നാണെങ്കിൽ ജെയ്ക് തോമസ് ഇപ്പോൾ DYFIയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റിലാണ് പ്രവർത്തിക്കുന്നത്. അത് ഒതുക്കി വിട്ടതാണോ എന്ന് എനിക്കറിയില്ല, ലാലോ വിശദമാക്കണം. പിന്നെ മലയാളമല്ല, ഇംഗ്ലീഷ് അറിയാവുന്നവരെ മാത്രമേ കേന്ദ്രത്തിലേക്ക് വിടാവുള്ളൂ എന്ന് പറഞ്ഞത് A റഹീമിൻ്റെ ഓർമ്മ വെച്ചാണോ എന്നും എനിക്കറിയത്തില്ല. അതുപോലെ തന്നെയാണ് സണ്ണിച്ചായം പറഞ്ഞു, കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് പോയതിൽ 2-3 പേര് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അതൊന്നുമല്ല, കേരളത്തിൽ നിന്ന് പോയി ശ്രീ KC ജോസഫ് NSUവിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, കേരളത്തിൽ വന്ന് രാഷ്ട്രീയം കളിച്ചു. PC ചാക്കോ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു, പിന്നീട് കേരളത്തിൽ വന്ന MLAയും മന്ത്രിയുമായി. രമേശ് ചെന്നിത്തല NSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു, പിന്നീട് കേരളത്തിൽ വന്ന് രാഷ്ട്രീയത്തിൽ സജീവമായി. അപ്പം കേന്ദ്രത്തിലേക്ക് ഒരിക്കൽ എന്തെങ്കിലും ഒരു സ്ഥാനം ഏറ്റെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ എല്ലാ കാലത്തേക്കും പ്രവർത്തനമില്ലാതാകുന്നു, അവരെ വനവാസത്തിന് അയക്കുന്നു എന്നൊന്നും യാതൊരു അർത്ഥവുമില്ല. അബിൻ വർക്കിക്ക് സ്വാഭാവികമായിട്ടും കേരളത്തിൽ പ്രവർത്തിക്കാൻ, പ്രത്യേകിച്ചും അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അബിൻ വർക്കിയെ ഓർത്ത് ആരും കള്ളക്കണ്ണീർ ഒഴുക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.